നരേന്ദ്രമോദി 52ാമത് G7 ഉച്ചകോടിക്കായി ഫ്രാൻസിലേക്ക് എത്തുകയാണ്. ഫ്രാൻസിലെ യുവാനിലാണ് നരേന്ദ്രമോദി എത്താൻ പോകുന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് കാനഡ പ്രധാനമന്ത്രി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ഇന്ത്യയെ ഒഴിവാക്കാൻ പറ്റില്ല. അതായത് ഇന്ത്യയെ ഒഴിവാക്കിക്കൊണ്ട് ഒരു തരത്തിലുമുള്ള ഒരു നീക്കവും നമുക്ക് നടത്താൻ പറ്റില്ല. കാരണം ഇന്ത്യ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമാണ്. എന്തൊരു പ്രശ്നമുണ്ടായാലും, അതായത് എന്തൊരു രാജ്യത്ത് എന്തൊരു യുദ്ധമോ അല്ലെങ്കിൽ എന്തൊരു അടിയന്തരാവസ്ഥ ഉണ്ടായാലും ഭാരതത്തിന്റെ പങ്ക് അല്ലെങ്കിൽ ഭാരതത്തിന്റെ അഭിപ്രായം നമുക്ക് തേടേണ്ടത് ഈ കാലങ്ങളിൽ അത്യന്താപേക്ഷിതമാണ്. കാരണം ഇന്ത്യ അതീവ ശക്തമായി തന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് എന്ന് വലിയ രീതിയിലുള്ള ഒരു നിർണായകമായ ഒരു തുറന്ന പറച്ചിലാണ് ഇന്ന് കാനഡ പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത്. കൂടാതെ ഇന്നിപ്പോൾ G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാനായിട്ട് നരേന്ദ്രമോദി ഫ്രാൻസിലേക്ക് എത്തുമ്പോൾ ലോകരാജ്യങ്ങൾ ചർച്ചാ വിഷയമാക്കുന്ന അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ കണ്ണു നട്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായിട്ട് നരേന്ദ്രമോദിയുടെ ഒരു ചർച്ച, അത് നാളെ രാവിലെ അല്ലെങ്കിൽ നാളെ ഉച്ചയോടുകൂടി ഒരു ചർച്ച ഉണ്ടാകുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ ഉൾപ്പെടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നാളെ ട്രംപുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്തുമ്പോൾ എന്തായാലും മോദി ഹോർമോസ് കടലിടുക്കിലെ ഉള്ള ഇപ്പോഴത്തെ പ്രതിസന്ധി അത് പൂർണ്ണമായിട്ടും അത് പരിഹരിക്കും. ഒരു നയതന്ത്രമായ ഒരു വിജയം ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുമെന്നാണ് രാഷ്ട്ര നിരീക്ഷകർ അടക്കം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രതിഷേധം, അതായത് ശക്തമായ ഒരു പ്രതിഷേധം നരേന്ദ്രമോദി ട്രംപിനെ അറിയിക്കും. അതായത് ഇന്ത്യ അമേരിക്കയെ അറിയിക്കും. അതായത് ഹോർമോസ് കടലിടുക്കിൽ വെച്ച് അമേരിക്കൻ നാവികസേനയുടെ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു വാർത്ത 2-3 ദിവസമായി അന്താരാഷ്ട്ര മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളും അടക്കം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ 3 ഇന്ത്യൻ നാവികസേന ഉദ്യോഗസ്ഥരുടെ ജീവൻ നഷ്ടമായതിൽ ഇന്ത്യ ശക്തമായ രീതിയിലുള്ള ഒരു പ്രതിഷേധം അറിയിക്കും. കൂടാതെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നയതന്ത്രമായ ഒരു നീക്കം അല്ലെങ്കിൽ ഒരു നടപടി ചിലപ്പോൾ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും അമേരിക്കയിലേക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യത, അതായത് ചിലപ്പോൾ ഇന്ത്യ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഇമ്പോർട്ട് ചെയ്യുന്ന ചില വസ്തുക്കൾ അതിലൊരു ഉപരോധം കൊണ്ടുവരാനുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും ഒരു ശക്തമായ ഒരു പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ടത് ഇന്ത്യൻ നാവികസേനയെ ഉദ്യോഗസ്ഥരെ കൊന്നതുമായി ബന്ധപ്പെട്ട് ഒരു തിരിച്ചടി എന്തായാലും ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും അമേരിക്കയ്ക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൂടാതെ അന്താരാഷ്ട്ര തലത്തിൽ വൻ പ്രാധാന്യമുള്ള ആഗോള സാമ്പത്തിക സ്ഥിരത, കൂടാതെ ഊർജ, ആരോഗ്യ സുരക്ഷ, യുക്രൈനും അതോടൊപ്പം തന്നെ പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന കടുത്ത സംഘർഷങ്ങൾ എന്നിവയെല്ലാം ഈ G7 ഉച്ചകോടിയിൽ ഒരു പ്രധാന ചർച്ചാ വിഷയമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കാനഡ പ്രധാനമന്ത്രി മാക്കാനിവൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ലോകത്തൊരു യുദ്ധം നടക്കുന്ന സമയത്ത് ഇന്ത്യയുടെ അഭിപ്രായം തേടാതെ നമ്മൾ മുന്നോട്ട് പോയാൽ അതിന് നമുക്ക് വലിയൊരു തിരിച്ചടി ഉണ്ടാകും. ഇനി ലോകം ഭരിക്കുന്നത് ഈ G7 ഉച്ചകോടിയിൽ അംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങളല്ല. ഇനി മുഴുവൻ അധികാരവും മുഴുവൻ പവറും ഇന്ത്യയുടെ കയ്യിലേക്കാണ് എന്നാണ് കാനഡ പ്രധാനമന്ത്രി അല്പസമയത്തിന് മുമ്പാകെ പറഞ്ഞത്. അതായത് ഒരു ട്രിനിറ്റി കോളേജിൽ നടന്ന ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് കാനഡ പ്രധാനമന്ത്രി ഈ ഒരു വിശദീകരണം നടത്തിയത്. അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ദീർഘവീക്ഷണങ്ങൾ, ഇന്ത്യയുടെ ലക്ഷണങ്ങൾ, ഇന്ത്യയുടെ ദീർഘവീക്ഷണം, അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ലക്ഷ്യബോധം, അതോടൊപ്പം തന്നെ ഭാരതം ഒരു നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഒരു ശക്തമായ ഒരു തെളിവാണ് കാനഡ പ്രധാനമന്ത്രി ഇന്ത്യയെ പ്രശംസിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ശക്തി എത്രത്തോളം ലോകത്തിന് കരുത്തായി മാറുന്നു എന്നതിൻ്റെ ഒരു നിർണായകമായ ഒരു സന്ദേശം കാനഡ പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത്. കൂടാതെ പ്രധാന അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ലോക നേതാക്കളുമായി ചർച്ച നടത്താൻ ഞാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നുവെന്നാണ് ഇന്ന് ഫ്രാൻസിലെത്തിയ നരേന്ദ്രമോദി മാധ്യമങ്ങളോടക്കം പറഞ്ഞത്. കൂടാതെ ലോക നേതാക്കളുമായി ഇടപെടാനും പ്രധാന ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറാനും, കൂടാതെ സുസ്ഥിരതവും അതോടൊപ്പം തന്നെ സമൃദ്ധമായ ഒരു ഗ്രഹത്തിനായുള്ള കൂട്ടായ ശ്രമങ്ങൾ അതിനുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒന്നിച്ച് പോകാനായിട്ട് നമ്മളെല്ലാം പ്രതിജ്ഞാബദ്ധരാണ് എന്നാണ് നരേന്ദ്രമോദി പറയുന്നത്. G7 അതിഥി രാഷ്ട്രമായി ഇന്ത്യ പങ്കെടുക്കുന്ന 13ാമത് ഉച്ചകോടിയും അതോടൊപ്പം തന്നെ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി പങ്കെടുക്കുന്ന 7ാമത്തെ ഒരു ഉച്ചകോടിയും കൂടിയാണ് ഫ്രാൻസിൽ നാളെ മുതൽ നടക്കാൻ പോകുന്നത്. G7-ൽ അതായത് 52ാമത് G7 ഉച്ചകോടി ജൂൺ 15 മുതൽ 17 തീയതി വരെ ഫ്രാൻസിൽ സ്പാ പട്ടണമായ ഇവൻ ലേസ് ബെസനിൽ ആണ് നടക്കാൻ പോകുന്നത്. കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, അതോടൊപ്പം തന്നെ ജപ്പാൻ, യുണൈറ്റഡ് കിങ്ഡം, അതോടൊപ്പം യുണൈറ്റഡ് സ്റ്റേറ്റ് എന്നിവയാണ് G7-ലെ അംഗങ്ങളിൽ ഉൾപ്പെടുന്നത്. അതേസമയം യൂറോപ്യൻ യൂണിയൻ 1981 മുതൽ പങ്കെടുക്കുന്നുണ്ട്. G7 ഉച്ചകോടിയിൽ ഇന്ത്യ ഒരു അതിഥി രാജ്യമാണ്. കൂടാതെ ലോക നേതാക്കളുമായുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടിക്കാഴ്ചയും അതോടൊപ്പം തന്നെ പ്രസിഡന്റ് ട്രംപുമായും പലതരത്തിലുമുള്ള ചർച്ച
ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ മോദി ട്രംപുമായിട്ട് എന്തായാലും ഒരു പ്രത്യേകമായി ഒരു ചർച്ച നടത്തും. അതിൽ ഇന്ത്യക്ക് മേൽ കുറെ രീതിയിലുള്ള താരിഫുകൾ ഈ അടുത്ത ദിവസങ്ങൾ, അത് കഴിഞ്ഞ മാസം അവസാനത്തോടു കൂടി ഇന്ത്യ ചുമത്തിയിരുന്നു. അതായത് ഇന്ത്യക്ക് മേൽ അമേരിക്ക 22 മുതൽ 32% താരിഫുകൾ ചുമത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചാ വിഷയം. കൂടാതെ ഈ യുദ്ധങ്ങൾ, അതിന് ഒരു തരത്തിലും ഇനി യുദ്ധം ഉണ്ടാകാൻ പാടില്ല. യുദ്ധം കാരണം ലോക രാജ്യങ്ങളടക്കം വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ഇന്ധനങ്ങൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നു. അത് ഇന്ധനങ്ങളുടെ ഒരു ലഭ്യതയുടെ ഒരു കുറവ് വരുമ്പോൾ സ്വാഭാവികമായി ഇന്ധനയിൽ വില വർധനവ് വരുത്തേണ്ട ഒരു ആവശ്യമുണ്ടാകുന്നു. അത് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിലുള്ള ഒരു ചർച്ചാ വിഷയത്തിലേക്കായിരിക്കും കാര്യങ്ങൾ കടക്കാൻ പോകുന്നത്. അതായത് ഈ G7 ഉച്ചകോടിയിൽ എന്തായാലും ഈ അമേരിക്ക ഇറാൻ തമ്മിലുള്ള യുദ്ധം അതൊരു പ്രധാന ഒരു ചർച്ചാ വിഷയമാവും. എന്തിനു വേണ്ടിയാണ്, എന്ത് കാര്യത്തിനാണ് അമേരിക്ക ഇറാനെ ആക്രമിച്ചത് എന്നൊരു ചോദ്യം അവിടെ ഉണ്ടാകും. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനൊരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമുണ്ട്. എവിടെ തുടങ്ങണം, എവിടെ തീരണം, എവിടെ അവസാനിപ്പിക്കണം യുദ്ധം എന്നൊരു ലക്ഷ്യമുണ്ട്. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഈ ട്രംപിന്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജെൻസി കുട്ടികളെ പോലെയാണ് ട്രംപിന്റെ രീതി. ഒരു വാശി അല്ലെങ്കിൽ വാശിയുടെ പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിയും, അതിനുശേഷമാകും ട്രംപ് ഇരുന്ന് പശ്ചാത്തപിക്കുന്നത്. അപ്പോൾ G7 ഉച്ചകോടിയിലെല്ലാം ഇതിനു വേണ്ടി ഒരു കടിഞ്ഞാൺ, അല്ലെങ്കിൽ ഈ ഹോർമോസ് കടലിടുക്കിൽ വഴി ഒരു ഇന്ധന പ്രതിസന്ധി ഉണ്ടായാൽ ഇനി അതിന്റെ ബദൽ മാർഗം, അതായത് പ്ലാൻ ബി എന്തായിരിക്കും, അതായത് ഒമാൻ കടൽത്തീരം വഴിയൊക്കെ ഇന്ധനം കൊണ്ടുപോകാനുള്ള പലതരത്തിലുമുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്ലാൻ ബി എന്ന രീതിയിൽ എന്തായിരിക്കുമെന്നാണ് ഇനിയിപ്പോൾ ലോകരാജ്യങ്ങളടക്കം ഉറ്റുനോക്കുന്നത്. എന്തായാലും നാളത്തെ ദിവസം സംബന്ധിച്ചിടത്തോളം വലിയൊരു ചർച്ചാ വിഷയം, അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകരടക്കം ഉറ്റുനോക്കുന്ന എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു ലീഡ് അല്ലെങ്കിൽ ത്രെഡ് കിട്ടുന്ന ഒരു ചർച്ചാ വിഷയമായി G7 ഉച്ചകോടി ഫ്രാൻസിൽ മാറുമെന്നതിൽ യാതൊരു സംശയമില്ല.